നമ്മുടെ പേളിമാണിയുടെ പൊട്ടാൻഡിയുടെ ഫിഷ് മോളി റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ കാളാഞ്ചി മീനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്ര എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഫുള്ള് കാളാഞ്ചി മീനിൽ നിന്ന് ഇറങ്ങിയ എണ്ണയാണ്. കടുക് പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്തതിന് ശേഷം സവാളയും ക്യാപ്സിക്കവും കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട ഫിഷ് മോളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് തൊലി കളഞ്ഞ് നീളത്തിന് അരിഞ്ഞ ടൊമാറ്റോയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തു. ഇനി ഇതിൽ രണ്ടാം പാൽ ഒഴിക്കണം. അതിനുവേണ്ടി ഞാൻ തേങ്ങാപ്പാൽ പൊടി വെച്ചിട്ട് ഒരു ഉടായ്പ രണ്ടാം പാലൊക്കെ ഉണ്ടാക്കി വെച്ചു. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മീനിൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത് വെക്കുമ്പോഴത്തേക്കും ഈ ഗ്രേവിയിൽ ഇത് സോക്ഡായി കിടക്കുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ. ഈ ഒന്നാം പാൽ വേണം. അതിനും ഞാൻ ഉടായ്പ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. കുറച്ച് കട്ടിയിൽ ഒന്നാം പാലും കൂടി സെറ്റ് ചെയ്തെടുത്തു. ഈ മീന് കിടന്നെല്ലാം തിളച്ച് നല്ല കുറുകി വന്നതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഒന്നാം പാൽ നന്നായിട്ട് ഒഴിച്ച് എല്ലായിടത്തും മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം ഞാനൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് തുറന്നു നോക്കിയപ്പോൾ നല്ല മണമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല കുറുകുറുന്നിരിക്കുന്ന കുറുകിയ ചാറ്. എന്നിട്ട് ഞാൻ ഇതൊന്നൊരു സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ അമ്മയെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ആയിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാരണ ക്യാപ്സിക്കം ഇടാത്ത ഫിഷ് മോളിയാണോ ഇതാണോ നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ നാടൻ ഫിഷ് മോളിയുടെ റെസിപ്പി ഞാൻ നാട്ടിൽ വെച്ച് ചെയ്തത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കല്ലേ. ബൈ.